ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈവനിങ് ആണേ. ഈവനിങ്ങിൽ ഞാൻ ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി ഇട്ടു. എനിക്ക് ഇന്ന് ഷീറ്റ്സ് ഒക്കെ കഴുകുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേഗം ഷീറ്റൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എല്ലാ ഷീറ്റ്സുകളും മാറ്റി പിന്നെ പില്ലോ കവേഴ്സും എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് അടിച്ചു വാരി തുടയ്ക്കുക. വൈകിട്ടാണ് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കലൊക്കെ, വൈകിട്ടത്തെ കലാപരിപാടികളാണ്. അപ്പം വൈകിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വിയർപ്പാവില്ല. രാവിലെ ഞാൻ നേരത്തെ കുളിക്കുന്നതല്ലേ, അപ്പോൾ കാരണം വൈകിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് വീണ്ടും ഒന്ന് കുളിച്ച് പിന്നെ വീണ്ടും വിളക്ക് കൊളുത്തി പിന്നെ അങ്ങനെ ഡിന്നർ ഉണ്ടാക്കി അങ്ങനെ അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മൾ വിയർത്ത് കുളിച്ച് പിന്നെയും കുളിക്കാൻ നിൽക്കണ്ടേ. ആ കാരണം കാലത്ത് രാവിലെ ഞാൻ മേല് കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുൻപന്നെ നിങ്ങളോട്. ഇപ്പം പിന്നെ ഇതിപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിക്കണം. ഇവിടെയാണ് ഈ ടീ പോയില്ലാണ് ചേട്ടൻ ഫുഡ് കഴിക്കുക. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പാത്രത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം നമ്മൾ തുടച്ചെടുക്കണം. എന്നാലേ അത് നീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം വിളക്ക് കൊളുത്താനൊക്കെ ആയിട്ടുള്ള സമയമായല്ലോ. അപ്പം ഞാൻ വിളക്കൊക്കെ കഴുകി റെഡിയാക്കാം. അടിച്ചു വാരി തുടയ്ക്കണതിൻ്റെ ഇടയിലൂടെ ആ വിളക്ക് കഴുകാനുള്ളത് വിളക്കൊക്കെ എടുത്തു കൊണ്ടുവരികയാണ്. ഇനി അതും കൂടി കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേഗം വിളക്കൊളുത്തുന്ന നേരത്തേക്ക് ഇനി ബുദ്ധിമുട്ട് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം വേഗം അടിച്ചു വരാണ് കേട്ടോ. സമയത്തിന് ഏകദേശമൊക്കെ വൈകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി തൊട്ട് ഞാൻ 2 വ്ളോഗായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇത് അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഇനി എന്തൊക്കെ ചെയ്യണം, രാത്രിയിൽ ഡിന്നറിന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചിന്തിക്കണമുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഈ അകത്തേക്ക് കടന്നപ്പോഴാണ് അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ റൂമാണേ. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എന്തോ നിങ്ങളൊക്കെ കണ്ടുവല്ലോ, നാണക്കേട്. ആ ഒരു ചിരിയാണ് കേട്ടോ വന്നിരിക്കണത്. ബെഡിൽ നിറച്ച് തുണികളായിരുന്നു. അപ്പം അതൊക്കെ മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഇന്ന് മാറ്റാം, കഴുകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ഞാനത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടു. അപ്പോൾ ബെഡൊക്കെ നല്ല കവറല്ലേ ഇത്, പില്ലോ ഈ പിങ്ക് കളറിൽ എന്നുള്ള രസമായിട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാട്ടെ. എനിക്കും ഏട്ടനും ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചത് തന്നെയാണ്. അപ്പോൾ പില്ലോ കവർ കണ്ടോ, പിങ്ക്. എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന് നിറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ തട്ടി കുടഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ഇപ്പോഴും ഫാൻ ഇടുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊടി ഉള്ളിലേക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ ബെഡ്റൂമൊക്കെ വന്നിട്ട് അതോടുകൂടി ബെഡ്റൂമും അടിച്ചു വാരി നീറ്റാക്കി വെച്ച് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇനി തുടയ്ക്കണം. അപ്പം അതിനുള്ള വേഗം തീരെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് വയ്യാഴകിയൊക്കെ. അപ്പം അടിച്ചു വാരല്, തുടയ്ക്കല്, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ അത് ആ കോരി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖമായല്ലോ. അപ്പം തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരച്ചു വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഉഴുന്ന് കുറച്ച് നേരത്തെ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അപ്പം ഞാൻ പറയാമല്ലോ, നേരത്തെ എണീക്കണതിൻ്റെ ഒപ്പം അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ ആദ്യം ഉഴുന്ന് അരച്ചു. അതിനുശേഷം ഉഴുന്നിങ്ങനെ അരച്ചു വന്നതിന് ശേഷം അരി അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിടും, കുറച്ച് ചോറ്, ഒരു പിടി ചോറും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തു. എന്നിട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് നമ്മളങ്ങ് ഇളക്കണം. അത് അവിടെയാണ് നമ്മളുടെ എല്ലാം ഇതിൻ്റെ പുളിപ്പൊക്കെ വരിക. നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്തിട്ട് എടുക്കണം നമ്മുടെ അരിമാവ്. എന്നിട്ട് ഓരോ പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഞാൻ ഫ്രിഡ്ജിലേക്ക് 2 പാത്രത്തിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. കുറച്ച് ഞാനെന്ന് വെച്ചാൽ രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്തു. കണ്ടോ, ഇങ്ങനത്തെ ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാട്ടോ ആക്കി വെക്കാറ്. ഇങ്ങനത്തെ ഡപ്പറ വയറുന്ന എന്തോ പറയാ
അപ്പോൾ ഞാൻ അതിലേക്കാണ് ആക്കി വെക്കാറ്. അത് കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളൂല്ലോ. പിന്നെ ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ രാത്രിയിലേക്കുള്ളതൊക്കെ ആക്കി. പിന്നെ അതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, കിച്ചണിൽ വരച്ച് വെച്ചിരിക്കും ഞാനാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, പിന്നെ നല്ല അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ നല്ല പോലെ നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തു. രാവിലെ ഒരു തുടങ്ങിയ എന്താ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ വീണ്ടും അറിയാലോ, കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ കഴുകൻ എന്തായാലും ഉണ്ടാവും. കിച്ചണിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പോഴേക്കും എനിക്ക് പിന്നെ നമ്മൾ തുണികൾ ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വേഗം നമുക്ക് മടക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചു തുണികൾ. അല്ലെങ്കിൽ കുറച്ചുകൂടി മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒരു തണുത്ത പോലെ ഇരിക്കുമല്ലോ തുണികളെല്ലാം. അപ്പോൾ അത് തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തേക്ക് പിന്നെ അങ്ങനെ അതും പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചെടി നനയ്ക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകായിരുന്നു. ഇതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സമയം കഴിഞ്ഞുല്ലോ. ഇപ്പോൾ നല്ല ചൂട്ടത്ത് മൊരിഞ്ഞു കിടന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് തണുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് പോവും. അപ്പം പിന്നെ എല്ലാ തുണികളും എടുത്ത് മടക്കി ഒതുക്കി ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തുടയ്ക്കാൻ നിൽക്കണം. അപ്പോൾ അടുത്തത് തുടയ്ക്കണ പരിപാടിയാണ്. അടിച്ചു വലയിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുണികളൊക്കെ എടുക്കാനായിട്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല പോലെ എല്ലാകത്തും തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പം പിന്നെ ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കുന്ന നേരത്ത് നമുക്ക് ഒരു ഫ്രഷ് ആയിരിക്കുമല്ലോ. അതാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈകിട്ടാണ് ഈ അടിച്ചു വാരി തുടയ്ക്കലൊക്കെ നടത്താറ്. അത് കഴിഞ്ഞാൽ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വീട് കാണാൻ തന്നെ ഒരു പോസിറ്റീവ് ആണല്ലോ. നമുക്ക് ഒരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നുമല്ലോ, നല്ല സുഖമായി. ഇത് ഞാൻ വരച്ചതാണേ. അങ്ങനെ ഞാൻ കുളിക്കാനായിട്ട് പോയി. അതാ വരുന്ന കുളി കഴിഞ്ഞിട്ട് അത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം എനിക്ക് ഇനി വിളക്ക് വയ്ക്കുന്ന പരിപാടിയായി. അപ്പം ഞാൻ മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്ത്, മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സിറമും പിന്നെ ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം എന്ന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞത് വൈകിട്ടാണ് കേട്ടോ. ഇത് വൈകിട്ടാണ് ഞാൻ ഈവനിങ്ങിലാണ് തല കുളിക്കാറ്. അപ്പോൾ ഞാൻ തലയൊക്കെ കുളിച്ചൊന്ന് ഫ്രഷായി വിളക്കൊക്കെ കൊളുത്തി എന്നിട്ട് നാമം ജപിച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി 2 വ്ളോഗ്സ് ചെയ്തിടുന്നുണ്ട്. കാലത്ത് ഒന്ന്, വൈകിട്ടത്തെ ഒന്ന്. ഇനി നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ പുറത്തു പോകുന്ന കാര്യങ്ങളെ കൂടിയായിട്ട് അങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ ഇടാം. ഞാൻ എന്നും പുറത്തേക്ക് എപ്പോഴും പോകുന്ന ഒരാളല്ല. ഞങ്ങൾ ചേട്ടന് ഒഴിവുള്ള ഒരു സമയം നോക്കിയിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പുറത്തു പോകുന്നു. അത് വീട്ടിൽ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സന്തോഷങ്ങൾ തന്നെയാണ് നമ്മളെപ്പോഴും ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ എൻ്റെ വ്ളോഗ്സ് ഞാൻ ഇടുന്നത് രാവിലെയും ഇടുന്നുണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗിൽ 2 വ്ളോഗായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സിന് മേലെയായി. ഇപ്പം 600 സബ്സ്ക്രൈബേഴ്സിന് മേലെയായിട്ടുള്ള വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എല്ലാവരോടും. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ബ്ലോഗ് കാണുകയും ചെയ്യണം. പിന്നെ അതുപോലെ കമൻറ്റ്സ് എഴുതണം, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം എനിക്കും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണേ. അപ്പോൾ 2 വ്ളോഗായിട്ടാണ് ഞാൻ ഇടുന്നത്. ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടാണ്. രാവിലെ ഒരു 11 മണിക്കുള്ളിൽ തന്നെ ഞാൻ വ്ളോഗ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതേപോലെ 4 മണിക്ക് ശേഷം 5 മണിക്കുള്ളിൽ ഞാൻ എന്തായാലും ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും. നിങ്ങൾ 2 വ്ളോഗ് ആയിട്ടാണ് ഞാൻ വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സ്നേഹമാണ് എനിക്ക് അത്യാവശ്യം. എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു.